വെൽക്കം ഓൾ എല്ലാവർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സീരിയൽ ഇൻപുട്ട് റൈറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ യൂസിങ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ളതാണ്. അതിനായിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. സീരിയലായിട്ട് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നും നമ്മൾ അതിന് പാരലലായിട്ട് ഔട്ട്പുട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട്. Q0, Q1, Q2, Q3 എന്നുള്ള രീതിയിൽ നമ്മൾ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റ ഇൻപുട്ട് സീരിയൽ ഇൻപുട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7474 IC ആണ്. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ IC ആണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. 4 7474 ഫ്ലിപ്പ് ഫ്ലോപ്പ് കാണാൻ പറ്റും. 2 IC യൂസ് ചെയ്തിട്ട് ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഹാഫ് 7474 എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് ചേർന്നിട്ടാണ് ഒരു IC ഉണ്ടായിരിക്കുന്നത്. സോ 2 7474 IC യൂസ് ചെയ്താൽ മതിയാകും ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻപുട്ട് നമ്മൾ സെക്കൻഡ് പിന്നിലാണ് കൊടുക്കുന്നത്. അതുപോലെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും. അതുപോലെ തന്നെ ക്ലോക്ക് കണക്ഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അറ്റ് എ ടൈം എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനെയും കണക്ട് ചെയ്തുകൊണ്ട് ക്ലോക്ക്, പിന്നെ പ്രീസെറ്റ് കണക്ഷൻ കൊടുക്കുന്നുണ്ട്. എല്ലാ ICയുടെയും 410 ഷോർട്ട് ചെയ്തിട്ട് ഒരു ഇൻപുട്ട് സ്വിച്ചാണ് കാണിച്ചേക്കുന്നത്. ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അതുപോലെ ക്ലിയർ പിന്നുകൾ ഷോർട്ട് ചെയ്തിട്ടും നമ്മളൊരു ഇൻപുട്ട് സ്വിച്ചിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ടിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇനി എങ്ങനെയാണ് ICക്ക് നമ്പർ മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. 7474 ICയുടെ പിൻ ഔട്ട് ഡയഗ്രം നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാം, ഒരു സിംഗിൾ ICക്കകത്ത് 2 ഫ്ലിപ്പ് ഫ്ലോപ്പാണ് കാണാൻ പറ്റുക. ആ 2 ഫ്ലിപ്പ് ഫ്ലോപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു IC യൂസ് ചെയ്യുന്നത്. അടുത്ത 2 ഫ്ലിപ്പ് ഫ്ലോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഒരു 7474 IC എടുത്താൽ മതിയാകും. ഇനി 7474 ICയുടെ ഓരോ പിൻ നമ്പർ നമ്മുടെ ഫിഗറിന് ആവശ്യമായിട്ടുള്ള പിന്നുകൾ എവിടെയാണെന്ന് നോക്കുക. ഇപ്പോൾ നമുക്ക് ഡി ഇൻപുട്ട് ആണെങ്കിൽ സെക്കൻഡ് പിന്നിലാണ് പോയിരിക്കുന്നത്. സോ അത് മാർക്ക് ചെയ്യുക. ഇനി ക്ലിയർ ആണെങ്കിൽ ഫസ്റ്റ് പിന്നിലാണ് പോയിരിക്കുന്നത്. ക്ലോക്ക് ആണെങ്കിൽ തേർഡ് പിന്നിലാണ് പോയിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇൻപുട്ട് രണ്ടാമത്തെ പിന്നെ നമുക്ക് ആ ഫിഗർ നോക്കിയിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? സർക്യൂട്ട് ഡയഗ്രം നോക്കിയിട്ട് പിൻ ഔട്ട് ഡയഗ്രം നോക്കിയിട്ടാണ് സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് നമ്മൾ പിൻ നമ്പർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താണ് പൾസ് ക്ലോക്ക് ആണെങ്കിൽ എവിടെയാണ് കൊടുക്കുന്നത്? തേർഡ് പിന്നിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ മാർക്ക് ചെയ്തത്. ക്ലിയർ ഒന്നാമത്തെ പിന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. CLR എന്ന് എഴുതിയിരിക്കുന്നത് ഒന്നാമത്തെ പിന്നിലാണ് പോയിരിക്കുന്നത്. അതുപോലെ PR പ്രീസെറ്റ് പോയിരിക്കുന്നത് നാലാമത്തെ പിന്നിലാണ് പോയിരിക്കുന്നത്. ഇനി നമുക്കതിന് ആവശ്യമായിട്ടുള്ളത് എന്താണ്? അതിൻ്റെ ഔട്ട്പുട്ട് എത്രാമത്തെ പിന്നിലാണെന്ന് നോക്കേണ്ടത്. Q പോയിരിക്കുന്നത് എത്രാമത്തെ പിന്നിലാണ്? 5ാമത്തെ പിന്നിലാണ് പോയിരിക്കുന്നത്. സോ നമ്മൾ അതും മാർക്ക് ചെയ്തു. അപ്പോൾ ആ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മൾ ആ നമ്പർ ICയിൽ മാർക്ക് ചെയ്തു. ഇനി സെയിം ICയിൽ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കുക. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡി ഇൻപുട്ട് എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്? 12th പിന്നിലേക്കാണ് പോയിരിക്കുന്നത്. സോ 12th പിന്നെ മാർക്ക് ചെയ്യുക. അതുപോലെ ക്ലിയർ എവിടെയാണ് പോയിരിക്കുന്നത് നോക്കുക? 13th പിന്നിലാണ്. അതുപോലെ പ്രീസെറ്റ് 10ാമത്തെ പിന്നിലാണ്. 10th പിന്നാണ് പ്രീസെറ്റായിട്ട് വരിക. ഓക്കെ, അതിൻ്റെ ക്ലോക്ക് എന്ന് പറയുന്നത് 11th പിന്നും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 9th പിന്നുമാണ്. അപ്പം ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം നോക്കിയിട്ട് പിൻ ഔട്ട് ഡയഗ്രാം നോക്കിയിട്ട് നമുക്ക് സർക്യൂട്ടിലേക്ക് നമ്പർ മാർക്ക് ചെയ്യാം. ആ 2 ICക്കുള്ള നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ സെയിം നമ്പർ തന്നെയായിരിക്കും ഇനി വരുന്നിട്ടുള്ള ബാക്കി ഫ്ലിപ്പ് ഫ്ലോപ്പിനും നമ്മൾ നമ്പറായിട്ട് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ അതുപോലെ നമ്പർ നോക്കി കൊടുക്കുക. നേരത്തേക്കുള്ള എക്സ്പെരിമെൻറ്റിൽ നമ്പർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് നോക്കാം. ഇനി ICക്ക് VCCയും ഗ്രൗണ്ടുമുണ്ട്. 7474 ICക്ക് VCC എന്ന് പറയുന്നത് നോർമലി നമ്മൾക്കുള്ള IC പോലെ തന്നെയാണ്. 14ാമത്തെ പിന്നും ഗ്രൗണ്ട് 7ാമത്തെ പിന്നുമാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ആ പിൻസാണ് നമുക്ക് VCCയും ഗ്രൗണ്ടുമായിട്ട് വരുന്നത്. അപ്പം ഇത്രയാണ് ഇതിനകത്ത് നമുക്കൊരു സർക്യൂട്ട് ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിൻ ഔട്ട് ഡയഗ്രാം നോക്കി നമ്പർ മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെഡ് ബോർഡിലേക്ക് IC പ്ലേസ് ചെയ്യാം. ബ്രെഡ് ബോർഡിൽ IC പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? 7474 ICയുടെ 2 ICയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുന്നു? ആദ്യമേ അങ്ങ് ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് VCC കണക്ഷൻ ഉണ്ടല്ലോ. VCC കണക്ഷൻ എന്താണ്? 2 ICയുടെയും 14th പിന്നിലാണ് VCC IC വർക്ക് ചെയ്യാൻ ആവശ്യമായ +5 വോൾട്ട് DC കൊടുക്കേണ്ടത്. അത് ഷോർട്ട് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ 2 ICയുടെയും 7th പിന്ന്, അവിടെയാണ് ഗ്രൗണ്ട് കണക്ഷൻ പോവേണ്ടത്. സോ 7th പിന്നും ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്താണ്?
ആ ഐ സിയുടെ തന്നെ ക്ലോക്ക് കണക്ഷൻ ഫസ്റ്റ് ഐ സിയുടെ 3യും ഫസ്റ്റിൻ്റെ തന്നെ 11ഉം കണക്ട് ചെയ്തിട്ടുണ്ട്. 11ൽ നിന്ന് സെക്കൻഡിൻ്റെ 3യും ആ 3ൽ നിന്ന് സെക്കൻഡിൻ്റെ 11 കൂടി ഷോർട്ട് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു, ക്ലോക്ക് പൾസിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഷോർട്ട് ചെയ്യേണ്ട കണക്ഷൻസ് എല്ലാം ആദ്യം ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ ഇൻപുട്ടും ക്ലോക്കും ഒക്കെ കിറ്റ് ഉപയോഗിച്ചിട്ട് കൊടുക്കാം. VCC ഗ്രൗണ്ടും ഒക്കെ അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെയ്യുന്നത്, നമുക്കുള്ള ക്ലോക്കിൻ്റെ കണക്ഷൻ ചെയ്യാം. ഫസ്റ്റ് ഐ സിയുടെ 3rd പിന്നും ഫസ്റ്റിൻ്റെ തന്നെ 11th പിന്നും കൂടി ഷോർട്ട് ചെയ്യുകയാണ്. നമ്മൾ ആ ക്ലോക്കിൻ്റെ കണക്ഷനാണ് ചെയ്യുന്നത്. 311 ഷോർട്ട് ചെയ്തു. 11ൽ നിന്ന് നെക്സ്റ്റ് ഐ സിയുടെ 3യിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. സോ ഫസ്റ്റ് ഐ സിയുടെ 11ഉം സെക്കൻഡ് ഐ സിയുടെ 3rd പിന്നും കൂടി ഷോർട്ട് ചെയ്യുന്നു. ഇനി എന്താണ്, സെക്കൻഡ് ഐ സിയുടെ 3ും സെക്കൻഡിൻ്റെ തന്നെ 11ഉം കൂടി കണക്ഷനുണ്ട്. സോ സെക്കൻഡ് ഐ സിയുടെ 3rd പിന്നെ സെക്കൻഡിൻ്റെ 11th പിന്നും കൂടി കണക്ട് ചെയ്യുന്നു. ഇനി ഈ കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഏതെങ്കിലും പോയിൻറ്റിൽ, ഇപ്പം നമ്മൾ ഇൻ്റർ കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഷോർട്ട് ചെയ്ത് വെച്ചേക്കുന്ന പോയിൻറ്റ്സിൽ എവിടെയെങ്കിലും ക്ലോക്ക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഐ സിക്കും എന്താണ് ക്ലോക്ക് കിട്ടിക്കോളും. ഓക്കെ, ക്ലോക്ക് അവിടെയാണ് കൊടുക്കേണ്ടത്. ക്ലോക്ക് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്നതാണ്, അത് നമുക്ക് കിറ്റിൽ നിന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ള ഈ ഒരു പ്രീസെറ്റ് കണക്ഷൻ അങ്ങ് ചെയ്ത് വയ്ക്കാം. ഫസ്റ്റ് ഐ സിയുടെ 4ഉം ഫസ്റ്റ് ഐ സിയുടെ 10ഉം കൂടി ഒരു കണക്ഷൻ പോകുന്നുണ്ട്. അത് സെക്കൻഡ് ഐ സിയുടെ 4ലേക്കും സെക്കൻഡ് ഐ സിയുടെ 10ലേക്കും കണക്ട് ചെയ്യണം. ആ ഒരു കണക്ഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഐ സിയുടെ 4, ഫസ്റ്റിൻ്റെ തന്നെ 10. എന്തിനാണ്, പ്രീസെറ്റ് കണക്ഷൻ കൊടുക്കാനാണ്. പ്രീസെറ്റ് ഓൾവേസ് ഒരു ഇൻപുട്ട് ആയിരിക്കും, ഒരു ഇൻപുട്ട് സ്വിച്ചിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. 4ഉം 10ഉം കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ്, 10ൽ നിന്ന് നെക്സ്റ്റ് ഐ സിയുടെ 4ലേക്കാണ് കണക്ഷൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐ സിയുടെ 4ലേക്ക് കണക്ഷൻ പോകുന്നുണ്ട്. സോ ഫസ്റ്റ് ഐ സിയുടെ 10th പിന്നും സെക്കൻഡ് 1ൻ്റെ 4th പിന്നും കൂടി കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ പ്രീസെറ്റ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കണക്ഷൻസ് എല്ലാം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷോർട്ട് ചെയ്ത പോയിൻറ്റ്സിൽ എവിടെയെങ്കിലും നമുക്ക് പ്രീസെറ്റിനുള്ള ഇൻപുട്ട് സ്വിച്ച് കൊടുക്കാം. പ്രീസെറ്റിൻ്റെ കണക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ക്ലിയർ കണക്ഷൻ അങ്ങ് ചെയ്ത് വയ്ക്കാം. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പോയിൻറ്റ്സുകൾ നമ്മൾ മാർക്ക് ചെയ്ത് വിടുവാണെങ്കിൽ ഏതെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. ഇനി നമുക്കുള്ള ക്ലിയർ കണക്ഷൻ, പ്രീസെറ്റ് ക്ലിയർ കണക്ഷൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻറ്റേർണലിയുള്ള ബാക്കി കണക്ഷൻ ചെയ്യാം. ഓക്കെ, ഇനി ക്ലിയർ കണക്ഷനാണ്. ഫസ്റ്റ് ഐ സിയുടെ 1ഉം ഫസ്റ്റ് ഐ സിയുടെ 13th പിന്നും കൂടിയാണ് ഷോർട്ട് ചെയ്തേക്കുന്നത്. അത് നമ്മൾ കണക്ട് ചെയ്തു. ഇനി ഫസ്റ്റ് ഐ സിയുടെ 13th പിന്നെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്, സെക്കൻഡ് 1ൻ്റെ ഫസ്റ്റ് പിന്നിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഐ സിയുടെ 13th പിന്നും, അപ്പോൾ നമുക്ക് ഐ സി കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് ഈ 2 ബ്ലോക്കും ആദ്യത്തെ ഐ സിയിലാണെന്നും അടുത്തത് രണ്ടാമതിരിക്കുന്ന ഐ സിയിലാണെന്നും സെയിം ഐ സിയിലാണെന്നും മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാതെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 113 ചെയ്തു. ഓക്കെ, ആ 13ൽ നിന്ന് സെക്കൻഡിൻ്റെ 1ലേക്ക് കണക്ട് ചെയ്തു. ഇനി സെക്കൻഡ് ഐ സിയുടെ 1ഉം 13ഉം കൂടി കണക്ട് ചെയ്യാം. സെക്കൻഡ് ഐ സിയുടെ 1ഉം 13ഉം കൂടി കണക്ട് ചെയ്യുന്നു. ഇനി ഈ കണക്ട് ചെയ്തേക്കുന്ന പോയിൻറ്റ്സിൽ എവിടെയെങ്കിലും നമുക്ക് ഒരു ഇൻപുട്ട് സ്വിച്ച് കണക്ട് ചെയ്താൽ, ഒരു ഇൻപുട്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ സ്വിച്ചായിട്ട് വർക്ക് ചെയ്യും. ഇനി നമുക്കുള്ളത് എന്താണ്, നമ്മളിപ്പോൾ ക്ലിയർ പ്രീസെറ്റ് ക്ലോക്ക് കണക്ഷൻ കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്ന ഒരു കണക്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ആ കണക്ഷൻ ചെയ്യാം. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ടെന്ന് പറയുന്നത് 5th പിന്നാണ്. ആ 5th പിന്ന് പോയേക്കുന്നത് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ടാണ്. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 12th പിന്നാണ്. സോ ആ ഒരു 5ഉം 12ഉം കൂടി നമുക്ക് എന്ത് ചെയ്യാം, കണക്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഐ സിയുടെ 5ഉം അതിൻ്റെ തന്നെ 12ഉം കൂടി കണക്ട് ചെയ്തു. ഇനി എന്താണ്, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് എങ്ങോട്ടാണ് പോകുന്നത്, ഫസ്റ്റ് ഐ സിയുടെ
സെക്കൻഡ് ഐ സിയുടെ സെക്കൻഡ് പിന്നിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ടെന്ന് പറയുന്നത് 9th പിന്നാണ്. ആ 9th പിന്നും സെക്കൻഡ് ഐ സിയുടെ അതായത് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സെക്കൻഡ് പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പം ഇപ്പം ചെയ്തത് ആ ഫസ്റ്റ് ഐ സിയിൽ നിന്നുള്ള കണക്ഷൻ സെക്കൻഡ് ഐ സിക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്? തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് ഏതാണ്? 5th പിന്നാണ്. അത് കണക്ട് ചെയ്തേക്കുന്നത് എങ്ങോട്ടാണ്? 4th ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 12th പിന്നിലേക്ക്. അതായത് രണ്ടാമതിരിക്കുന്ന ഐ സി തന്നെയാണ് ഈ കാര്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബ്രെഡ് ബോർഡിലേക്കുള്ള കണക്ഷൻസ് എല്ലാം ഏകദേശം ചെയ്തിട്ടുണ്ട്. ഇനി ഔട്ട്പുട്ട് 4 ഔട്ട്പുട്ടുണ്ട്, ഔട്ട്പുട്ട് കണക്ട് ചെയ്യണം. അതുപോലെ ഒരു സീരിയൽ ഡേറ്റ ഇൻപുട്ട് കണക്ട് ചെയ്യണം, ഇൻപുട്ട് നമുക്ക് കൊടുക്കണം. അതുപോലെ ക്ലിയർ പ്രീസെറ്റ് ഇൻപുട്ട് കൊടുക്കണം. അപ്പോൾ ഒറ്റ ഇൻപുട്ടാണുള്ളത്, സീരിയൽ ഇൻപുട്ട്. നമുക്ക് ക്ലിയർ കണക്ഷൻ കൊടുക്കണം. ഈ കാണിച്ചിരിക്കുന്നത് ഒരു സ്വിച്ചാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇൻപുട്ട് എപ്പോഴും ഒരു സ്വിച്ചിൽ ക്ലിയർ ആൻഡ് പ്രീസെറ്റ് ഇൻപുട്ട് നമ്മളൊരു സ്വിച്ചിൽ കണക്ട് ചെയ്താണ് കൊടുക്കേണ്ടത്. എന്നാലായിരിക്കും നമുക്ക് അതിൻ്റെ കണ്ടീഷൻസ് ചെക്ക് ചെയ്താൽ കൊടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ബ്രെഡ് ബോർഡിലുള്ള കണക്ഷൻ ഓവറായി. ഇനി നമുക്കെന്താണ് ഡിജിറ്റൽ ഐ സി ട്രെയിനർ കിറ്റ് യൂസ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഇൻപുട്ട് എവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്? ഇൻപുട്ട് കണക്ട് ചെയ്യേണ്ടത് ആ ഒരു ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സെക്കൻഡ് പിന്നിലാണ്. ഇപ്പം ഇൻപുട്ടിന് 3 കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സീരിയൽ ഇൻപുട്ട്, അടുത്ത ക്ലിയർ, പ്രീസെറ്റ്, അങ്ങനെ പറഞ്ഞിട്ട് 3 ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 ഇൻപുട്ടാണ് ആവശ്യം: സീരിയൽ ഇൻപുട്ട്, പ്രീസെറ്റ്, ക്ലിയർ. അപ്പം അതിൻ്റെ നമ്പർ നോക്കിയിട്ട് നമുക്ക് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യാം. അതുപോലെ 4 ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ഇപ്പം ഞാൻ ഫസ്റ്റ് ഡേറ്റ ഇൻപുട്ടാണ് എടുത്തേക്കുന്നത്. ഡേറ്റ ഇൻപുട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് പിന്നിലേക്ക് കൊടുക്കാം. ഫസ്റ്റ് ഐ സിയുടെ സെക്കൻഡ് പിന്നിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ക്ലിയറോ പ്രീസെറ്റോ ആയിട്ട് ഏതായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം സ്വിച്ച്. ഇപ്പോൾ ഇത് ഫസ്റ്റ് പിന്നിൽ കണക്ട് ചെയ്യാണ്. ക്ലിയർ ഇൻപുട്ട് ഫസ്റ്റ് ഐ സിയുടെ ഫസ്റ്റ് പിന്നിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. ക്ലിയർ ഇൻപുട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ പ്രീസെറ്റ് 4th പിന്നിൽ, ഫസ്റ്റ് ഐ സിയുടെ 4th-ലാണെങ്കിലോ 10th-ലാണെങ്കിലോ എവിടെ വേണമെങ്കിലും കൊടുക്കാം, കാരണം ഓൾറെഡി ഷോർട്ടാണ്. സോ 4th പിന്നിലേക്ക് പ്രീസെറ്റ് എന്ന് പറഞ്ഞ ഇൻപുട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ 3 ഇൻപുട്ട് ഉണ്ട്: സീരിയൽ ഡേറ്റ ഇൻപുട്ട്, പ്രീസെറ്റ്, ക്ലിയർ എന്ന് പറഞ്ഞിട്ട് 3 ഇൻപുട്ടാണ് ഈ ഒരു ഷിഫ്റ്റ് രജിസ്റ്ററിന് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കറിയുന്നത് പോലെ തന്നെ നമുക്ക് ആസ് യൂഷ്വൽ നമ്മൾ ഒരു ഐ സി വർക്ക് ചെയ്യണമെങ്കിൽ +5 വോൾട്ട് കൊടുക്കണം. സോ VCC 14th പിന്നിലേക്ക് കൊടുക്കുന്നു. 2 ഐ സിയുടെയും 14th പിൻ ഷോർട്ടഡ് ആയത് കാരണം ഏതെങ്കിലും ഒരു ഐ സിയിൽ കൊടുത്തു കഴിഞ്ഞാൽ 2 ഐ സിക്കും ആ +5 വോൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു VCC കണക്ഷൻ കണക്ട് ചെയ്തു. അതുപോലെ ഗ്രൗണ്ട് കണക്ഷനുണ്ട്. ഗ്രൗണ്ട് കണക്ഷൻ എവിടെയാണ്? 2 ഐ സിയുടെ 7th പിൻ ഷോർട്ട് ചെയ്യുന്ന പോയിന്റിലേക്കായിരിക്കും നമ്മൾ ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കുക. സോ ഒരു ഗ്രൗണ്ട് സപ്ലൈ 7th പിന്നിൽ ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഇരിക്കുന്ന ഐ സിയിൽ കൊടുത്തു, ഫസ്റ്റ് ഇരിക്കുന്ന ഐ സി കൊടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 4 ഔട്ട്പുട്ടുണ്ട്. 4 ഔട്ട്പുട്ട് നമുക്ക് എവിടേക്കാണ് കണക്ട് ചെയ്യേണ്ടത്? Q0, Q1, Q2, Q3 എന്നുള്ളൊരു ഓർഡറിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് എന്താണ് നമ്മുടെ ക്ലോക്ക് കണക്ഷൻ ഇനി ചെയ്യാനുണ്ട്. ക്ലോക്ക് എവിടെയാണ് നമുക്ക് പോയേക്കുന്നത് നോക്കാം. ഗ്രൗണ്ട് നമ്മളിപ്പോൾ 7th പിന്നിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. VCC 14th പിന്നിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇൻപുട്ട് സെക്കൻഡ് പിന്നിലാണ്. അതൊന്നും കൂടി ക്ലിയർ ചെയ്ത് നമുക്ക് നോക്കാം. അതുപോലെ ക്ലിയർ പിന്ന് 1ാമത്തെ പിന്നിലും, പ്രീസെറ്റ് 4ാമത്തെ പിന്നിലും. ഞാനിപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത് ക്ലിയർ പിന്നാണ് കൊടുത്തേക്കുന്നത്, ക്ലിയർ ഇൻപുട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഈ ഒരു പിൻ നമ്പറുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയാൽ മാത്രമായിരിക്കും നിങ്ങൾക്കത് ഈസി ആയിട്ട് ഫീൽ ചെയ്യുക.
ക്ലിയർ എന്നുള്ള പിന്ന് എവിടെയാണ് കണക്ട് ചെയ്തേക്കുന്നത്? 1ലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ക്ലിയർ ഒരു ഇൻപുട്ട് സ്വിച്ചാണ്. ആ ഇൻപുട്ട് ഞാനിപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുത്തേക്കാണ്. ഓക്കെ, ഫസ്റ്റ് പിന്നിൽ കൊടുത്തു. അതുപോലെ തന്നെ രണ്ടാമത്തെ പിന്ന് പ്രീസെറ്റാണ്. പ്രീസെറ്റ് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് ICയുടെ 4ലോ 10ലോ അതുപോലെ സെക്കൻഡിൻ്റെ 4ലോ 10ലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ICയുടെ 4th പിന്നിലാണ് പ്രീസെറ്റ് എന്നുള്ള ഇൻപുട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രീസെറ്റ് 4th പിന്നിൽ കണക്ട് ചെയ്തു. ഇപ്പോൾ ഇൻപുട്ട് പ്രീസെറ്റൊക്കെ നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇതുപോലെ തന്നെ കണക്ട് ചെയ്യണമെന്നില്ല. ഇപ്പം ആദ്യം നിങ്ങൾക്ക് ഇൻപുട്ട് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ കൊടുത്തത് ക്ലിയർ ആദ്യം കൊടുത്തു, അതുപോലെ പ്രീസെറ്റ് കൊടുത്തു. ഇനി സെക്കൻഡ് പിന്നിൽ ഫസ്റ്റ് ICയുടെ സെക്കൻഡ് പിന്നിലാണ് ഡേറ്റ ഇൻപുട്ട് D ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മൂന്നാമത്തെ ഒരു ഇൻപുട്ടായിട്ട് അത് കണക്ട് ചെയ്തു. ഇനി നമുക്ക് എന്താണ് Q0, Q1, Q2, Q3 കണക്ട് ചെയ്യാം. Q0 ഒന്നിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 5ലോ 12ലോ കണക്ട് ചെയ്യാം. 5ഉം 12ഉം ഓൾറെഡി ഷോർട്ടഡ് ആണ്. സോ 5ലാണെങ്കിലോ 12ലാണെങ്കിലോ കൊടുക്കാം. ഇതിപ്പോൾ നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ 12ൽ കൊടുത്തേക്കാണ്. ടോപ്പിലാണ് 12th പിന്ന് വരുന്നത്. സോ ഫസ്റ്റ് ICയുടെ 12th പിന്നിൽ Q0 കണക്ട് ചെയ്തു. അതുപോലെ Q1 9ലോ 2ലോ ഫസ്റ്റ് ICയുടെ 9ലോ സെക്കൻഡിൻ്റെ 2ലോ കണക്ട് ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത് ഫസ്റ്റ് ICയുടെ 9th പിന്നിലാണ് കൊടുത്തേക്കുന്നത്. കാരണം ടോപ്പ് പൊസിഷനിലാകുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമായതുകൊണ്ടാണ് ആ നമ്പർ എടുത്തത്. 9ലോ 2ലോ കൊടുക്കാം Q1. അതുപോലെ Q2 ഉണ്ട്. Q2, Q3 നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. Q2 എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 9th പിന്നിലും Q3 സെക്കൻഡിൻ്റെ 12th പിന്നിലും കണക്ട് ചെയ്തു. അതുപോലെ ക്ലോക്ക് കണക്ഷൻ കണക്ട് ചെയ്യണം. ക്ലോക്ക് എങ്ങോട്ടാണ് പോകുന്നത്? 311 എന്നുള്ള രീതിയിലാണ് ഷോർട്ട് ചെയ്തേക്കുന്നത്. സോ ഫസ്റ്റ് ICയുടെ 3rd പിന്നിലോട്ട് ക്ലോക്ക് കണക്ഷൻ ചെയ്യാം. ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ കണക്ഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്താണ് ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഡേറ്റ കൊടുക്കാനായിട്ടുള്ള ഒരു സീരിയൽ ഇൻപുട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കിറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് നോക്കൂ, നമുക്ക് ക്ലിയറിൻ്റെയും പ്രീസെറ്റിൻ്റെയും യൂസ് എന്താണെന്ന് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ കിറ്റ് ഓൺ ചെയ്ത് വെക്കുന്ന സമയത്ത് ഇപ്പം നോക്കിയേ, എല്ലാ ലൈറ്റും ഓണാക്കി വെക്കാനും ഓഫാക്കി വെക്കാനും നമുക്ക് ഈ ക്ലിയർ പ്രീസെറ്റ് സ്വിച്ചുകൾ ഹെൽപ്പ് ചെയ്യും. ഒരു എക്സാമ്പിളിന് നമുക്ക് നോക്കാം. ഇപ്പം 3 ഇൻപുട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഈ ക്ലിയർ എന്നുള്ള പിന്ന് ഇതാണല്ലോ ക്ലിയർ ഇൻപുട്ട്. ഈ ക്ലിയർ ഇൻപുട്ട് നമുക്ക് 0 പൊസിഷനിലിട്ട് കഴിഞ്ഞാൽ എല്ലാ ലൈറ്റും നമുക്ക് ക്ലിയർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പ്രീസെറ്റ് സ്വിച്ചാണ് നമ്മൾ ലോ പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ലൈറ്റിനെയും സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പം ഇതാണ് അതിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത്. ക്ലിയർ ഇൻപുട്ട് 0ലാക്കി കഴിഞ്ഞാൽ എല്ലാ ലൈറ്റിനെയും ക്ലിയർ ആക്കി വെക്കാൻ പറ്റും. പ്രീസെറ്റ് പിന്നാണ് 0ൽ ഇടുവാണെങ്കിൽ നമുക്ക് എല്ലാ ലൈറ്റിനെയും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം നമ്മുടെ നീഡിനനുസരിച്ചിട്ട് നമുക്ക് LED എന്ത് ചെയ്യണം, ഓണാക്കി വെക്കുകയോ ഓഫാക്കി വെക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് ഈ പ്രീസെറ്റ് ഹെൽപ്പ് ചെയ്യും. ഇനി എങ്ങനെയാണ് നമുക്ക് ഇത് വർക്ക് ചെയ്യണമെങ്കിൽ പ്രീസെറ്റ് ക്ലിയർ സ്വിച്ചസ് എപ്പോഴും ഹൈ പൊസിഷനിൽ വെച്ചിട്ട് ക്ലോക്ക് പ്രസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് എന്താണ് ഒരു ഡേറ്റ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ഒരു ICക്ക് നടക്കുക. ഇപ്പം ഞാൻ ക്ലിയർ പ്രീസെറ്റ് ഇൻപുട്ട് ഹൈ പൊസിഷനിൽ വെച്ചു, ഡേറ്റ ഇൻപുട്ട് 1 എന്നുള്ള പൊസിഷനിൽ വെച്ചേക്കാണ്. അതായത് ഞാൻ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ആദ്യം കൊടുക്കുന്നത് 1 എന്നുള്ളൊരു ഡേറ്റ കൊടുക്കുകയാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ടായിട്ട് വന്നിട്ടുണ്ട്, Q0 പൊസിഷനിൽ വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ക്ലോക്ക് പ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? പുതിയ 1, ഇപ്പോഴും നമ്മുടെ ഇൻപുട്ട് 1ലാണ് നിൽക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 1 സെക്കൻഡ് പൊസിഷനിലോട്ട് Q1ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന 1 ആയിരിക്കും അവിടെ വരുന്നത്. ഇനി വീണ്ടും നമ്മൾ 1 എന്നുള്ള പൊസിഷനിൽ തന്നെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന 1 എന്ത് ചെയ്യും? ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് 0 ഷിഫ്റ്റ് ചെയ്യിക്കേണ്ടെങ്കിൽ ഇൻപുട്ട് 0 ആക്കി വെച്ച് നോക്കൂ. എന്നിട്ട് ക്ലോക്ക് പ്രസ് ചെയ്യൂ, 0 ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം റൈറ്റിലേക്ക് ഷിഫ്റ്റിങ് നടക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾക്ക് 1 ഇൻപുട്ടാക്കി സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്താണ് 1നെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് 0 ആക്കി പൊസിഷൻ വെച്ചുകൊണ്ട് നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് 0നെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും.
ഓക്കെ, ഇനി നോക്കൂ, ഈ ക്ലിയറോ ഇൻപുട്ടോ ഏതെങ്കിലും ഒരു ക്ലിയറോ പ്രീസെറ്റോ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലോ പൊസിഷനിലായിരുന്നാൽ നമ്മൾ ക്ലോക്ക് പ്രസ് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് വരുന്നതല്ല. അപ്പം എക്സാമിന് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രീസെറ്റ് ക്ലിയർ ഇൻപുട്ട് ഹൈ പൊസിഷനിലായിരിക്കണം. ഇനി നമുക്കൊരു ഇൻപുട്ട് വേർഡ് തന്നിട്ട് ഇൻപുട്ട് വേർഡിനെ ഷിഫ്റ്റ് ചെയ്ത് കാണിക്കാൻ പറയുകയാണ്. സോ ഇപ്പോൾ 1011 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കീവേഡ് ഒരു ഇൻപുട്ട് വേർഡ് തന്നേക്കുകയാണെന്ന് വെച്ചാൽ, അപ്പം ഇതിൻ്റെ Q0, Q1, Q2 എന്നുള്ളൊരു പൊസിഷൻ നമുക്ക് ഇങ്ങനെ എഴുതുവാണെങ്കിൽ Q3 നമുക്ക് MSB ആണ് 1 വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു കണക്ഷൻ ഇത് വെച്ചിട്ട് നമുക്ക് റൈറ്റ് ഷിഫ്റ്റിംഗ് നടത്തി നോക്കാം. ഫസ്റ്റ് എല്ലാ കണ്ടീഷനും ക്ലിയർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ 0 0 0 എന്നുള്ള പൊസിഷനിൽ നിൽക്കും. ഇനി നമുക്ക് LSB Q0യിൽ നമ്മൾ 1 എന്നുള്ളൊരു നമ്പർ കൊടുക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ എന്താണ്, ഇപ്പോൾ 1000 എന്നുള്ള പൊസിഷനിൽ നിൽക്കുകയാണ്. നെക്സ്റ്റ് വീണ്ടും നമ്മൾ LSB തൊട്ടാണ് കൊടുക്കേണ്ടത്, അത് ശ്രദ്ധിക്കുക. 1 കൊടുക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന 1 എന്ത് ചെയ്യുന്നു, ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതുപോലെ ബാക്കിയുള്ള നമ്പേഴ്സ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയി പോകുന്നു. ഇനി നമ്മൾ 0 എന്നുള്ള നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ 0 കൊടുക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന 1 എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. രണ്ടാമത് നിന്നിരുന്ന 1 തേർഡ് പൊസിഷനിലേക്ക് പോകുന്നു. തേർഡ് പൊസിഷനിലുണ്ടായിരുന്ന 0 ലാസ്റ്റ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് അഗെയിൻ നമ്മൾ 1 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു 1 കൊടുക്കുമ്പോൾ ഷിഫ്റ്റിംഗ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു കീവേഡ് തന്നിട്ടുണ്ടെങ്കിൽ ആ കീവേഡ് വെച്ചിട്ട് എന്താണ്, ട്രൂത്ത് ടേബിൾ നമ്മൾ റെഡിയാക്കി വെക്കുക. ഓക്കെ, റൈറ്റ് ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു റൈറ്റ് ഷിഫ്റ്റിംഗ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ്, അതനുസരിച്ചിട്ട് നമ്മൾക്ക് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ട്രൂത്ത് ടേബിളിന് എഴുതി വെച്ചിട്ടുള്ളത് പോലെ തന്നെ കീവേഡ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ പ്രീസെറ്റ് ക്ലിയർ സ്വിച്ച് എന്ത് ചെയ്യുക, ഹൈ പൊസിഷനിലേക്ക് ആദ്യം ആക്കി വയ്ക്കുക. ഇൻപുട്ട് 1 കൊടുത്തു, നമ്മുടെ LSB 1 ആണെന്ന് പറഞ്ഞു. ഓക്കെ, ആ തന്നിരിക്കുന്ന വേർഡിൻ്റെ ആ ഫസ്റ്റ് LSB ഏതാ, 1 ആണ്. അപ്പോൾ ഇൻപുട്ട് സ്വിച്ച് 1ൽ കൊടുക്കുന്നു. ഇൻപുട്ട് 1 കൊടുക്കുന്നു. ക്ലോക്ക് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, 1 0 0 0 എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ എഗെയിൻ 1 ആണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ, വീണ്ടും 1 കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, 1100 എന്നാണ് നമ്മുടെ ഒരു ട്രൂത്ത് ടേബിൾ വരേണ്ടത്. ഓക്കെ, 1100 വരുന്നുണ്ടോ എന്ന് നോക്കാം. വരുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ്, മൂന്നാമത്തെ ബിറ്റ് 0 ആണ് കൊടുക്കേണ്ടത്. ആ കീവേഡിൽ കൊടുത്തിട്ടുള്ള നമ്പറാണ്. എന്നിട്ട് എന്താണ്, നമ്മൾ ഷിഫ്റ്റിംഗ് നടക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, 0110 എന്ന് കിട്ടുന്നു. നോക്കൂ, മൂന്നാമത്തെ ഇൻപുട്ട് 0 കൊടുത്തപ്പോഴേക്കാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. ഇനി ലാസ്റ്റ് ബിറ്റ് ഏതാണ്, 1. നമുക്ക് തന്നിട്ടുള്ള ഇൻപുട്ട് കീവേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ലാസ്റ്റ് 1 കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് ട്രൂത്ത് ടേബിൾ എഴുതി വെച്ചേക്കുക, 1011 എന്ന്. ഇനി നമുക്കിത് ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ട്രൂത്ത് ടേബിൾ ഉണ്ടെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റുന്നത്. കീവേഡ് വെച്ചിട്ട്, അതായത് തന്നേക്കുന്ന ഇൻപുട്ട് ഏത് വേർഡാണോ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കാണിക്കേണ്ടത് അത് വെച്ചിട്ട് ട്രൂത്ത് ടേബിൾ ആദ്യം ശരിയാക്കി വെക്കുക. എന്നിട്ട് വേണം ഔട്ട്പുട്ട് നോക്കാൻ. അപ്പോൾ ക്ലിയർ പ്രീസെറ്റ് ഹൈ പൊസിഷനിൽ എപ്പോഴും പ്ലേസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് LSB തൊട്ടാണ് നമ്മൾ കൊടുത്തത്. Q0 1 കൊടുത്തു. 1 കൊടുക്കുമ്പോഴേക്കും നമുക്ക് 100 എന്നുള്ള നമ്പർ കിട്ടിയിട്ടുണ്ട്. അടുത്തെന്താണ്, എഗെയിൻ 1 തന്നെയാണ് ഇൻപുട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ 1100 എന്ന് നമുക്ക് കിട്ടി. ഇനി എന്താണ്, തേർഡ് ബിറ്റ് നമ്മൾ 0 ആണ് നമ്മുടെ കീവേഡിലുള്ളത്. സോ 0 കൊടുക്കുന്നു. അപ്പോൾ ക്ലോക്ക് പ്രസ് ചെയ്യുമ്പോൾ 0110 എന്ന് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് വീണ്ടും 1 ആണ് ഇൻപുട്ട്. സോ 1011 എന്ന് കിട്ടുന്നു. അപ്പോൾ ഏതൊരു കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രൂത്ത് ടേബിൾ ഉണ്ടാക്കാനും നമുക്ക് ഡേറ്റയെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. ഓക്കെ, അപ്പം ആ ഒരു ഇത്രയും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് ഉടനെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.